പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിപ്ലവം ഇപ്പോൾ തോക്കിൻ കുഴലിലൂടെയല്ല, മുല്ലപ്പൂവായാണ് വിരിയുന്നത്. വിപ്ലവം കുറ്റിക്കാടുകളിൽ പതുങ്ങിയിരിക്കുകയല്ല, തെരുവുകളിൽ നൃത്തം ചെയ്യുകയാണ്, നമസ്കരിക്കുകയാണ്, ജുമുഅ ഖുതുബ നടത്തുകയും കേൾക്കുകയും ചെയ്യുകയാണ്. വിപ്ലവത്തിന്റെ മയിൽക്കുറ്റികൾ വെള്ളിയാഴ്ചകളാണ്. ഒരു വെള്ളിയാഴ്ചയിൽ നിന്ന് അടുത്ത വെള്ളിയാഴ്ചയിലേക്കാണ് വിപ്ലവ പ്രവർത്തകർ സഞ്ചരിക്കുന്നത്. വിപ്ലവത്തിന്റെ മാർഗത്തിലെ ഏറ്റവും വലിയ ഇവന്റ്, ഒരു മാസ് ഇവന്റ് എന്ന് പറയുന്നത് ഓപ്പൺ ഗ്രൗണ്ടിൽ നടന്ന ജുമുഅ ഖുതുബയാണ്. ജുമുഅയാണ്. പള്ളിക്ക് പുറത്ത് പൊതുസ്ഥലത്ത് ജുമുഅ നടത്തിയാൽ സ്വീകാര്യമാകുമോ ഇല്ലേ എന്ന, സ്വീകാര്യമാവില്ല എന്ന മത പൗരോഹിത്യത്തിന്റെ, വളരെ പുരോഗമനമെന്ന് വിശ്വസിക്കപ്പെടുന്ന മതപൗരോഹിത്യത്തിന്റെ മതവിധികൾ കൂടിയാണ് ഈ വിപ്ലവ പ്രവാഹത്തിന് മുന്നിൽ ഒലിച്ചു പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വിപ്ലവം സമാധാനപരമായിരുന്നു എന്നത് ഇത് ഒരു പുഷ്പവിപ്ലവമായിരുന്നു. ഒരു പൂ പോലെ മനോഹരവും സുഗന്ധം വീശുന്ന വിപ്ലവമായിരുന്നു. 1789 ഫ്രഞ്ച് വിപ്ലവം മുതൽ ഒക്ടോബർ നവംബർ വിപ്ലവങ്ങൾ ഉൾപ്പെടെ 70കളിലെ നക്സലൈറ്റ് വിപ്ലവങ്ങൾ ഉൾക്കൊള്ളുന്ന നിരവധി വിപ്ലവങ്ങൾ പരിചയമുള്ളവരാണ് ചരിത്ര സാമൂഹിക ശാസ്ത്ര വിദ്യാർത്ഥികൾ. വിപ്ലവത്തിന്റെ പര്യായം ചുവപ്പാണ്. ചുവപ്പ് ചോരയെ ഓർമ്മിപ്പിക്കുന്ന നിറമാണ്. എന്തുകൊണ്ട് അറബ് വസന്തം ബ്ലഡ്ലെസ്, ഒരു രക്തരഹിത വിപ്ലവമായി എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം കഴിഞ്ഞ 70 വർഷങ്ങളായി ആധുനിക ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സഹന സമരത്തിന്റെ ഫലമാണ്, റിസൾട്ടാണ് ഈ വിപ്ലവം രക്തരഹിത വിപ്ലവമായി മാറിയത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ ആയുധത്തിന്റെ പേര് പറഞ്ഞ് പ്രതിക്കൂട്ടിൽ കയറ്റുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകപക്ഷീയമായി ആയിരക്കണക്കിന് രക്തസാക്ഷികളെ ആധുനിക മതേതര സ്വേച്ഛാധിപത്യത്തിന് തങ്ങളുടെ ആശയ ഫലത്തിന്റെ പേരിൽ നൽകിയിട്ട്, തിരോധത്തമായി നൽകിയിട്ട് നിലനിർത്തിപ്പോന്നതാണ് കഴിഞ്ഞ 70 വർഷമായി ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. റാഷിദുൽ ഖനൂഷി തുനീഷ്യൻ വിമാനത്താവളത്തിൽ, തൂനിസിന്റെ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ഒരു ഫ്രഞ്ച് പത്രപ്രവർത്തകൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, തുനീഷ്യയെ കുറിച്ച് ഖനൂഷിക്ക് എന്താണ് പറയാനുള്ളത്? 25 വർഷമായി പ്രവാസ ജീവിതം നയിക്കുവാൻ സ്വേച്ഛാധിപത്യത്താൽ വിധിക്കപ്പെട്ട ഖനൂഷിയുടെ മറുപടി, എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല. കാരണം തുനീഷ്യയിലെ പുതിയ തലമുറയെ എനിക്കറിയില്ല. അവരെ കുറിച്ച് ഒന്നും അറിയില്ല. കാരണം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഞങ്ങളുടെ സംഘടനാ നെറ്റ്വർക്കുകൾ അവിടെ തകർക്കപ്പെട്ട് കിടക്കുകയാണ്. അവർക്ക് ഞങ്ങളെയും അറിയില്ല. അന്നസ്ലയെ തുനീഷ്യയിലെ പുതിയ തലമുറക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുനീഷ്യയുടെ മണ്ണിലേക്ക് കാലെടുത്തു വെച്ച ഖനൂഷിക്ക് എങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തുനീഷ്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, നേരത്തെ ഹൽക്ക അമീർ സൂചിപ്പിച്ച ഒരു ഡെപ്പോസിറ്റാണത്. രക്തം നൽകി, ജീവൻ നൽകി ഒരു സ്വേച്ഛാധിപത്യത്തിനെതിരെ ഷഹാദത്തും സ്വർഗവും മുന്നിൽ കണ്ടുകൊണ്ട് നടത്തിയ പോരാട്ടത്തിന്, ആ പോരാട്ടത്തെ മൂലധനമാക്കിയിട്ടാണ് മുല്ലപ്പൂക്കൾ വിരിഞ്ഞത് എന്ന് മനസ്സിലാക്കണം. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം രക്തരഹിതമായ, സമാധാനപരമായ, മിലിറ്റന്റ് അല്ലാത്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തന രീതിശാസ്ത്രത്തിന്റെ ചക്രവാളം അത് ധാർമ്മികതയുടേതാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ മിലിറ്റൻസിക്കെതിരായ പാഠങ്ങൾ പഠിച്ചത് സെക്യുലറിസത്തിൽ നിന്നല്ല. ആധുനിക സെക്യുലറിസ്റ്റുകളോട്, അവരോട് തടാകപ്പെടാൻ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഒറ്റാനിക്കുവാനല്ല അവർ ആയുധത്തിന്റെ വഴി സ്വീകരിക്കാതിരുന്നത്. അവരുടെ അടിസ്ഥാന പ്രതീശാസ്ത്രമാണ് മിലിറ്റന്റ് ആകാതിരിക്കാൻ അവരെ പഠിപ്പിച്ചത്. എല്ലാ പ്രബോധനത്തിന്റെയും എല്ലാ സമ്മർദ്ദങ്ങളുടെയും ഫലമായി സന്ദർഭങ്ങളിലും അവർ സമാധാനത്തിന്റെ പാത, പ്രവാചകന്മാരുടെ പാത, ഖുർആനിന്റെ പാത മുറുകെ പിടിച്ചതിന്റെ ഫലമായിട്ടാണ് തുനീഷ്യയിൽ വിപ്ലവം തോക്കിൻ കോഴികളിൽ നിന്ന് ജനിക്കുന്നതിന് പകരം
അവിടെ വിപ്ലവം മുല്ലപ്പൂവുകളായി വിരിഞ്ഞത് എന്ന് ഇനിയെങ്കിലും ലോകം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇവിടെ ലിബറലുകൾ, അതേപോലെ മാർക്സിസ്റ്റുകൾ ഇവരോട് വളരെ ആത്മപരിശോധന ഇടത്തരത്തിൽ ആത്മപരിശോധന ആവശ്യപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. മുല്ലപ്പൂ വിപ്ലവം 21ാം നൂറ്റാണ്ടിലെ 2011 ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവിരിഞ്ഞ വിപ്ലവമല്ല. നേരത്തെ പറഞ്ഞതുപോലെ വളരെ കഴിഞ്ഞ 70 വർഷങ്ങളായി അറബ് ഉത്തരാഫ്രിക്കൻ നാടുകള് സ്വതന്ത്രമായ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ത്യാഗോജ്വലമായ ഒരു പോരാട്ടത്തിന്റെ ഏതോ അർത്ഥത്തിലുള്ള ഒരു പരിസമാപ്തിയാണത്. ഈ പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നാടുകളില് ലോകം അതിനെ യഥാവിധി ശ്രദ്ധിച്ചിട്ടില്ല, അതിന് കണ്ണും കാതും കൊടുത്തിട്ടില്ല. ആ സമര സന്ദർഭങ്ങളിൽ നിങ്ങൾ ആരുടെ പക്ഷത്തായിരുന്നു? ഇവിടെ ഭിന്നരി ഇന്നലെ ഭരിക്കുവാൻ തുടങ്ങിയ ആളല്ല. ഹുസ്നി മുബാറക്ക് ഇന്നലെ ഭരണമേറ്റെടുത്തയാളും ഇന്ന് ഭരണത്തിൽ നിന്ന് താഴെയിറക്കപ്പെട്ട ഭരണാധികാരിയുമല്ല. ഈ ഭരണങ്ങൾക്ക് 25, 50, 60, 70 വർഷങ്ങളുടെ ചരിത്രമുണ്ട്, പാരമ്പര്യമുണ്ട്. ആ ഭരണങ്ങൾക്ക് മാത്രമല്ല സുഹൃത്തുക്കളെ, സഖാക്കളെ, പാരമ്പര്യമുള്ളത്. അവിടെ വളരെ ശക്തമായ ചെറുത്തുനിൽപ്പുകളുടെ പാരമ്പര്യവും ആ നാടുകൾക്കുണ്ട്. നേരത്തെ സുഹൃത്ത് KT വർഗീസ് പറഞ്ഞതുപോലെ അത് മോശത്തിന്റെ മണ്ണാണ്. ആ മോശത്തിന്റെ മണ്ണിൽ മോശത്തിന്റെ അനുയായികൾ ഈ അഭിനവ പരോപമാർക്കെതിരെ വേദപുസ്തകങ്ങൾ നിവർത്തിവെച്ച പ്രവാചകന്മാരുടെ പാഠങ്ങളെ മുൻനിർത്തി തൂക്കുമരങ്ങളിലേറിക്കൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സൈനബുൽ റദ്ദാലി ഇവിടെ അനുസ്മരിക്കപ്പെട്ടു. തവക്കുൽ കർമാൻ ചരിത്രത്തിലെ ഒരു സുപ്രഭാതത്തിൽ പിറന്നു വീണ ഒരു മഹതിയല്ല. അവർ സൈനബുൽ റദ്ദാലിയുടെ പിൻഗാമിയാണ്. സൈനബുൽ റദ്ദാലിയുടെ ചരിത്രത്തെ മുറിച്ചുമാറ്റിയിട്ട് നിങ്ങൾക്ക് തവക്കുൽ കർമാനെ മനസ്സിലാക്കാൻ കഴിയുകയില്ല എന്നതാണ് ചരിത്ര യാഥാർത്ഥ്യം. സൈനബുൽ റദ്ദാലിയെ പോലെ രാഷ്ട്രീയ പോരാട്ടം സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ ഏത് ലിബറലാണ് ഇവിടെയുള്ളത്, ഏത് ഫെമിനിസ്റ്റാണ് ഇവിടെയുള്ളത്? സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സ്ത്രീകൾ മുന്നണി പോരാളികളായി നടക്കുന്ന രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവിടെ നിരവധി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, നിരവധി തിസീസുകൾ സമർപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് സൈനബുൽ റദ്ദാലിയെ അറിയില്ല. അവർ സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങിയ രാഷ്ട്രീയ പോരാട്ടത്തെക്കുറിച്ച് അറിയില്ല. 1965 സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനെ നാസറിന്റെ ഭരണകൂടം തൂക്കിലേറ്റിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അന്ന് നമ്മുടെ നാട്ടിലെ ലിബറലുകൾ ഏത് പക്ഷത്തായിരുന്നു? ചരിത്രത്തെ ഇവിടെ വെച്ച് വിചാരണ നടത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അന്ന് നമ്മൾ നെഹ്റു, ടിറ്റോ, യാസർ, നെഹ്റു, ടിറ്റോ, നാസർ എന്ന് പറയുന്ന അച്ചുതണ്ടിനെ ആഘോഷിക്കുകയായിരുന്നു. അവരാണ് ജനാധിപത്യത്തിന്റെ പ്രവാചകന്മാർ, അവരാണ് അതിന്റെ അപ്പോസ്തലന്മാരും മിശികമാരും. പക്ഷേ അന്ന് സയ്യിദ് ഖുത്ബിനെ 65 തൂക്കിലെത്തിയപ്പോൾ എന്താണ് സയ്യിദ് ഖുത്ബ് ചെയ്ത തെറ്റ്? ഒരാളുടെ ഒരു രോമത്തിനും കേടുവരുത്തിയതല്ല, ഒരു പുസ്തകം എഴുതിയതാണ്. പുസ്തകം എന്ന് പറയുന്നത് അങ്ങേയറ്റം ആധുനികമായ ഒരു സാംസ്കാരിക രൂപമാണ്. ഇങ്ങനെയുള്ള അങ്ങേയറ്റം ആധുനികമായ, പ്രബുദ്ധമായ, അൻലൈറ്റഡായ, കൾച്ചറായ ഒരു സാംസ്കാരിക രൂപത്തിന്റെ പേരിൽ, ഒരു ചിഹ്നത്തിന്റെ പേരിൽ വളരെ ആവേശത്തോടുകൂടി, അഭിമാനത്തോടുകൂടി, ആഹ്ലാദത്തോടുകൂടി, ആദർശധീരതയോടുകൂടി തൂക്കുമരം വരിച്ച ഒരു എഴുത്തുകാരനെ മതേതര ലിബറൽ കേരളത്തിന് പരിചയമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുണ്ട്. 65 പരിചയമുണ്ടോ? 2001 പരിചയമുണ്ടോ? ആ സയ്യിദ് ഖുത്ബിനെ തൂക്കിലെത്തുമ്പോൾ കേരളത്തിലെ മതേതര പ്രബുദ്ധ സമൂഹം, ബുദ്ധിജീവികൾ, ഇടതുപക്ഷം എവിടെയായിരുന്നു? അവർ നാസറിന്റെ പക്ഷത്ത് നിന്ന് കയ്യടിക്കുകയും സബാഷ് അതാണ് ചെയ്യേണ്ടത്. എന്നാൽ ബെഞ്ചമിൻ മുളോയിസി 4 വരി കവിത എഴുതിയതിന്റെ പേരിൽ തൂക്കുമരം ധരിച്ചപ്പോൾ മുളോയിസിയുടെ പക്ഷത്ത് നമ്മളെല്ലാവരും നിന്നിട്ടുണ്ട്. ഇവിടുത്തെ ലിബറലുകളും ഇടതുപക്ഷവും നിന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ട് സയ്യിദ് ഖുത്ബ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ ഒരു പുസ്തകം എഴുതിയതിന്റെ പേരിൽ, ആ പുസ്തകം മലയാളത്തിൽ ഉൾപ്പെടെ എക്കാലത്ത് പോലും വാങ്ങാൻ കിട്ടുന്ന, വായിക്കാൻ കിട്ടുന്ന ഒരു പുസ്തകമാണത്. അതുകൊണ്ട്
കമ്മ്യൂണിസ്റ്റുകൾ 20ാം പാർട്ടി കോൺഗ്രസിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന മാറിയ ലോക സാഹചര്യങ്ങളെ വിലയിരുത്തുമെന്ന് പറയുന്ന മാർക്സിസ്റ്റുകൾ ഇതിന് മാപ്പ് പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല, മറുപടി പറയണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല, പുനരാലോചന നടത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. 1986 കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു വിവാദം ഇവിടെ നടന്നിട്ടുണ്ട്. ആ വിവാദം യൗമുൽ ഖിയാമ വരെ കേരളത്തിൽ അതേ സ്വഭാവത്തിൽ ആവർത്തിക്കുക സാധ്യമല്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അത് ശരീഅത്തിനെതിരായ വിവാദമായിരുന്നു. അന്ന് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ പ്രബോധനം ഒരു ശരീഅത്ത് പതിപ്പിറക്കിയിട്ടുണ്ട്. അത് കയ്യിലുള്ളവർ അതെടുത്ത് വീണ്ടും വായിച്ചു നോക്കുക. ആ ശരീഅത്ത് പതിപ്പിൽ അന്ന് ശരീഅത്ത് വിരുദ്ധ പോരാട്ടത്തിന്റെ 2 മുന്നണി പോരാളികളായ 2 മഹാന്മാരുടെ സന്ദേശങ്ങൾ, ലേഖനങ്ങൾ ചോദിച്ചിട്ട് അത് എഴുതി കിട്ടാത്തത് കൊണ്ട് 2 സന്ദേശങ്ങൾ ആ ചരിത്ര പ്രാധാന്യമുള്ള പതിപ്പിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊന്ന് ശ്രീമാൻ ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിൻ്റെതാണ്. ആധുനിക കേരളത്തിന്റെ ശില്പി എന്ന് വാഴ്ത്തപ്പെടുന്ന ഒരു പരിധിവരെ അങ്ങനെ തന്നെ എന്ന് വകവെച്ചു കൊടുക്കേണ്ട ശ്രീമാൻ ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിൻ്റെതാണ്. മറ്റൊന്ന് ഇന്നും ജീവിച്ചിരിക്കുന്ന സംഘബുദ്ധിജീവി പി. പരമേശ്വരൻ്റെതാണ്. ഇ.എം.എസ്. ആ ചെറുകുറിപ്പിൽ പറയുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ തുർക്കിയെ മാതൃകയാക്കണമെന്നാണ്. നിങ്ങൾ ചരിത്രത്തിന്റെ ഇങ്ങേ തലയ്ക്ക് നിന്നിട്ട് കമ്മ്യൂണിസ്റ്റുകൾ ആ സന്ദേശം ഒരിക്കൽ കൂടി വായിക്കുക. ലക്ഷ്യമില്ലാതെ നിങ്ങൾക്ക് ആ കുറിപ്പ് വായിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ് കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട്, എത്രയെങ്കിലും ബോധമുള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു പെണ്ണിന് അവരുടെ അന്നബോധത്തിന്റെയും മതബോധത്തിന്റെയും ഫലമായി അതിൽ നിന്ന് രൂപം കൊള്ളുന്ന, അതിൽ നിന്ന് അവൾ സ്വീകരിക്കുന്ന ഒരു വേഷം ധരിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട്ടിനെ പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ ഒരു ജനവിഭാഗത്തിന് മാതൃകയായി സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ജനാധിപത്യ ബോധത്തെക്കുറിച്ച് ഞങ്ങൾ എന്ത് പറയണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിന് കൂടുതൽ നന്നാവുക എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇതേ നാടകങ്ങളുടെ അറബ് തെറ്റാധിപതികളെ എല്ലാ ലിബറൽ ബുദ്ധിജീവികളും സാമ്രാജ്യത്വത്തിന്റെ ചാരത്തും ഓരത്തും മൊത്തവും നിന്ന് പിന്തുണച്ചിട്ടുണ്ട്. നേരത്തെ അബ്ദുറഹ്മാൻ സാഹിബ് അത് വളരെ മനോഹരമായിട്ട് ഇവിടെ പ്രസക്തമായി പറഞ്ഞ ന്യായം ഇവരെങ്ങാൻ താഴെ വീണാൽ തിരികെ വരിക ബ്രദർ ഫുഡ് എന്ന ഭീകര തത്വമായിരിക്കും. ഇത് തന്നെയാണ് ഇത് കേരളത്തിൽ അറബ് വിപ്ലവത്തെ കുറിച്ച ചർച്ച അറബ് നാട്ടിനെ കുറിച്ച ചർച്ചയല്ല, അത് കേരളത്തെ കുറിച്ച ചർച്ചയാണ് എന്നാണ് എനിക്ക് വളരെ കൃത്യമായി പറയുവാനുള്ളത്. ഇത് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാംസ്കാരിക രാഷ്ട്രീയ പോരാട്ട നാടകമാണ്. ഇവിടെ അങ്ങേയറ്റം ജീർണിച്ച ഉത്പുത്തമായ മുസ്ലിം സമൂഹത്തെ പ്രതിനിധീകരിച്ചിട്ട് അവരുടെ ചരിത്രത്തിന്റെ ഘടികാര സൂചിയെ ആ സമുദായത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തെ നിരന്തരം പിന്നോട്ട് കുതിച്ചു നിർത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേയറ്റം ജീർണമായ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ളവരും ലിബറലുകളും അശ്രാമനേരവാദികളും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു പുതിയ സാംസ്കാരിക പ്രതിഭാസമാണ്. മുസ്ലിം ലീഗിന്റെ അഡ്വക്കറ്റുമാരായി ഇടതുപക്ഷക്കാരും ലിബറലുകളുമൊക്കെ മതവിരുദ്ധരുമൊക്കെ നിരന്തരമായി രംഗത്ത് വരുന്ന ഒരു സാംസ്കാരിക കാഴ്ച കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ സമർത്ഥമായി കുറെ കാലമായി കണ്ടുവരുന്നുണ്ട്. എന്താണ് ഈ സാംസ്കാരിക പ്രവർത്തകർ ആ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് പറയുന്ന ന്യായം? അത് തുനീഷ്യയിൽ ഭിന്നതയ്ക്ക് വേണ്ടി പറഞ്ഞ അതേ ന്യായമാണ്. അത് ഈജിപ്തിൽ മുസ്ലിം മുബാറക്കിന് വേണ്ടി പറഞ്ഞ അതേ ന്യായമാണ്. മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങാൻ തകർന്നു പോയാൽ, തകരാൻ ഒരുപാട് സാധ്യതകളുണ്ടെന്ന് അവർക്കറിയാം, അതെല്ലാം തകർന്നു പോയാൽ ഇവിടെ പകരം വരാൻ പോകുന്നത് മതമൗലികവാദികളാണ്, ഭീകരവാദികളാണ്, തീവ്രവാദികളാണ്. ഇത് അറബ് നാട്ടിൽ മാത്രമല്ല കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണമാണ്. ആ പ്രചരണത്തിന്റെയും പര്യവസാനം അറബ് നാടുകളിൽ സംഭവിച്ചത് തന്നെയായിരിക്കും. കാരണം അതൊരു വസ്തുതക്കെതിരായ ഒരു വലിയ സത്യത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കളവിന്റെ പ്രചണ്ഡ പ്രചരണമാണ്. വസ്തുതാപരമല്ലാത്ത ഒരു വാദനത്തിനും നിലനിൽക്കാൻ കഴിയുകയില്ല. ആളുകളെ കബളിപ്പിക്കാൻ കഴിയും, പക്ഷെ അതിന് നിലനിൽക്കാൻ കഴിയുകയില്ല എന്ന ഈ ബുദ്ധിജീവികളും അതിന്റെ ഗുണഫലം അനുഭവിക്കുന്ന രാഷ്ട്രീയക്കാരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇനി നമ്മളുടെ മാർക്സിസ്റ്റുകാർക്ക് എന്താ വേണ്ടത്?
മതവുമായി ബന്ധപ്പെട്ട അവരുടെ പ്രശ്നം എന്താണ്? മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു സമഗ്ര പ്രത്യയശാസ്ത്രമാണ്. ഇസ്ലാമിനെ പോലെ അക്കാര്യത്തിൽ അത് സമഗ്രമാണ്. ഒരുപക്ഷെ അതിനേക്കാൾ സമഗ്രമായ, ആവശ്യത്തിലധികം സമഗ്രതയുള്ള ടോട്ടലിറ്റേറിയനായ ഒരു പ്രത്യയശാസ്ത്രമാണ്. തീർച്ചയായും മതത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അതിൻ്റെതായ ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് വളരെ ശക്തമാണ്. ആ കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, മതം നിലനിൽക്കുന്ന ബൂർഷ്വാ വ്യവസ്ഥിതിയെ താങ്ങി നിൽക്കുന്ന, അതിനാൽ പോഷിപ്പിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്ര ഉപകരണമാണ്. അത് മസ്ജിദിന്റെ കറുപ്പാണ്. മസ്ജിദിന് വ്യാപകമായ ഒരുതരം ആശ്വാസം നൽകുന്ന ഒരു ഉപാധിയാണ്. അതേസമയം യുക്തിവാദികൾ പറയുന്നത് പോലെ മതത്തോട് മാത്രം പോരടിച്ചിട്ട് മതത്തെ ഇല്ലായ്മ ചെയ്യുക സാധ്യമല്ല. എന്നാണോ ഈ വർഗവിഭജിത ബൂർഷ്വാ വ്യവസ്ഥ തകരുന്നത്, അന്നതോടൊപ്പം മാത്രമേ മതവും തകരുകയുള്ളൂ എന്നതാണ് മതത്തെക്കുറിച്ച് കമ്മ്യൂണിസത്തിന്റെ വിശകലനം. എങ്കിൽ എന്തിനാണ് കൂട്ടരെ മതത്തിൽ നിന്നുയർന്നു വരുന്ന സാമൂഹിക പ്രസ്ഥാനങ്ങൾക്കെതിരെ നിങ്ങൾ സമരം സംഘടിപ്പിക്കുകയും അതിനെതിരെ ഐക്യത്തിനാഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്? ഇത് ബൂർഷ്വാ മുതലാളിത്ത കൊളോണിയൽ ആധുനികതയുടെ രീതിയാണ്. അവരാണ് മതത്തെയും രാഷ്ട്രീയത്തെയും രണ്ടായി വിഭജിച്ചത്. മാർക്സത്തിലെ മതവും രാഷ്ട്രീയവും ഒന്നും വിഭിന്നങ്ങളല്ല. ഒരു ബൂർഷ്വാ വ്യവസ്ഥിതിയിൽ ഇതെല്ലാം കൂടിക്കുഴഞ്ഞാണ് കിടക്കുക. മതം നിലനിൽക്കും. ആ മതത്തിൽ നിന്ന് ഗുണകരമായതും ദോഷകരമായതുമായ പ്രവണതകൾ ഉയർന്നു വരും. മതത്തിൽ നിന്ന് ഉയർന്നു വരുന്ന എത്രയെങ്കിലും ഗുണകരമായ പ്രവണതകളെ പിന്തുണക്കുകയാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകൾ ചെയ്യേണ്ടിയിരുന്നത്. യഥാർത്ഥ വർഗരഹിത സമൂഹം വരുമ്പോൾ ആ മതം ഗുണവും ദോഷവും എല്ലാമുള്ള മതം താനെ ഇല്ലാതായിക്കൊള്ളും. അതുകൊണ്ട് മതത്തിനെതിരെയല്ല, മറിച്ച് അതിനെ താങ്ങി നിർത്തുന്ന ബൂർഷ്വാ വ്യവസ്ഥിതിക്കെതിരെയാണ് പൊരുതേണ്ടത് എന്ന വളരെ കരുത്തുള്ള, അതിനതിൻ്റെതായ എല്ലാ ശക്തിയും സൗന്ദര്യവുമുള്ള മാർക്സിയൻ ദർശനത്തെ പോലും കൈയൊഴിച്ചിട്ട് മുതലാളിത്തത്തിന്റെ മതരാഷ്ട്രീയ വിഭജനത്തിന്റെ ഏറ്റവും വലിയ ഏജന്റുമാരായി സോളിഡാരിറ്റി നല്ലതാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തനങ്ങൾ കൊള്ളാം, പക്ഷേ അവർ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴക്കുന്നവരാണ് എന്ന മുതലാളിത്ത ന്യായം പറഞ്ഞിട്ട് സാമ്രാജ്യത്വത്തിനെതിരെയുള്ള, സാമൂഹിക ജീർണതകൾക്കെതിരെയുള്ള, മതത്തിൽ നിന്ന് ഉരുവം കൊള്ളുന്ന ഉയരെടുക്കുന്ന സമരങ്ങളെ മാറ്റി നിർത്തി പണ്ടോവി വിജയൻ പറഞ്ഞതുപോലെ ചരിത്രത്തിന്റെ പുറംപോക്കിൽ പ്രകടനം നടത്തുവാൻ മാത്രം ബാധ്യതയുള്ളവരായി നമ്മുടെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ മാറിപ്പോകുന്നത് കഷ്ടകരമാണ്. അതുകൊണ്ട് പുനരാലോചനകൾ നടത്തണം എന്നാണ് അവരോട്. സ്വന്തം ദർശനത്തിന്റെ പാഠപുസ്തകങ്ങൾ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത സ്രോതസ്സുകളെ മാറ്റിവെക്കുക. നിങ്ങൾ എന്തിനാണ് ബൂർഷ്വാ മുതലാളിത്തത്തിന്റെ സ്രോതസ്സുകളെ ഉപയോഗിക്കുന്നത്? സ്വന്തം ടെക്സ്റ്റുകൾ വെച്ചിട്ട് മതത്തെയും മതപ്രവണതകളെയും വിലയിരുത്തുവാനും ഐക്യമുന്നണികൾ രൂപപ്പെടുത്തുവാൻ. ഐക്യമുന്നണി എന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രയോഗമാണ്. ആ സ്വന്തം ടെർമിനോളജിയെ സങ്കീർണമായ മുക്തവും വസ്തുനിഷ്ഠവുമായ നമ്മുടെ സാമൂഹിക സാഹചര്യത്തിൽ പുനരുജ്ജീവിപ്പിക്കുവാനുള്ള തന്റെയും ആ ആക്ഷേപവും നിങ്ങൾക്കുണ്ടോ എന്നാണ് ഇസ്ലാമിസ്റ്റുകൾക്ക് ചോദിക്കുവാനുള്ളത്. ഇസ്ലാമിസ്റ്റുകളുമായി കമ്മ്യൂണിസ്റ്റുകളുമായി ഇസ്ലാമിസ്റ്റുകൾ സഹകരിക്കുക എന്നിടത്തു നിന്നൊക്കെ ലോകം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുമായി സഹകരിക്കാം എന്നിടത്തെത്താണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എത്ര നേരത്തെ നേരം കൊടുക്കുന്നുവോ അത്രയും നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഇവിടെ സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ കേരളം കത്താതിരുന്നത് മർഹൂം മരിച്ചുപോയ പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് അന്ന് ആദ്യം പറഞ്ഞത് അന്നത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. അത് ഒറ്റപ്പെട്ട പ്രസ്താവനയായിരുന്നു. പക്ഷേ പിന്നീട് മുസ്ലിം ലീഗും അതിന്റെ നേരത്തെ പറഞ്ഞ ബുദ്ധിജീവികളും ഒടുവിൽ ഇവിടുത്തെ ഇടതുപക്ഷം പോലും ഏറ്റെടുത്തു. മരിച്ചുപോയ പാണക്കാട്ടങ്ങളുടെ അനുസ്മരണ സന്ദർഭങ്ങളിൽ അവർ തന്നെ ഇടതുപക്ഷം തന്നെ പുനരുത്പാദിപ്പിച്ച ഒരു സംഘ് പ്രസ്താവനയായിരുന്നു അത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക സുഹൃത്തുക്കൾ, എന്താണ് പറയുന്നതിന്റെ അർത്ഥം? അദ്ദേഹമില്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ ഏത് നിമിഷവും ഇവിടുത്തെ അന്യ സമുദായങ്ങളെ ആക്രമിക്കുവാൻ കാത്തിരിക്കുന്ന കാലം നാളായിരുന്നു. ആ ഒരൊറ്റ മനുഷ്യനുണ്ടായതുകൊണ്ടാണ്
പരമേശ്വരനും ശ്രീമാൻ EMS-ഉം ഒരേ സ്വരത്തിൽ സംസാരിച്ച, ഒരേ ഭാഷയിൽ സംവദിച്ച കാലമാണ് ശരീഅത്ത് വിവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ 92 ഡിസംബർ 6 ശേഷം മുസ്ലിങ്ങളൊക്കെ ആനലകി, പണ്ട് മലബാർ കലാപകാലത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞതുപോലെ ആനലകി ഇവിടുത്തെ അന്യ സമുദായങ്ങളെ കൊന്നെടുക്കുകയായിരുന്നു എന്നതാണ് ആ പ്രസ്താവനയിൽ ഉള്ളടങ്ങിയ മറ്റൊരു അപകടം. ആരാണ് പറഞ്ഞത്? സംഘപരിവാർ പള്ളിയും പൊളിച്ചിട്ട് പിന്നെയും ഈ രാജ്യത്തിലെ ന്യൂനപക്ഷ സമുദായങ്ങളെ വംശവർക്ക് നടത്താൻ പലതരം കലാപങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഈ രാജ്യത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഇരയായിട്ടുണ്ട്. ഈ രാജ്യത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനം ബാബരി മസ്ജിദ് തകർക്കുന്നതിന് കൂട്ടുനിന്ന ഭരണകൂടത്താൽ താൽക്കാലികമായെങ്കിലും ഹത്യ ചെയ്യപ്പെടുന്നതിന് ഇരയായിത്തീർന്നിട്ടുണ്ട്. അതിനപ്പുറം ഈ രാജ്യത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് അതുപോലും മറന്നിട്ട് സാമ്രാജ്യത്വത്തിന്റെയും സവർണതയുടെയും വികാരപൂർവ്വങ്ങൾ തകർത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഗതികേടിൽ നിന്ന് ഇടതുപക്ഷ വിപ്ലവകാരികൾ പുറത്തു വരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ചരിത്രത്തിൽ പ്രത്യേകിച്ചൊരു ധർമ്മവും നിർവഹിക്കാനുണ്ടാവുകയില്ല. പിന്തിരിച്ചന്മാരോടൊപ്പം കിടന്നുറങ്ങിയതിന്റെ ചരിത്രമായിരിക്കും നിങ്ങൾക്ക് ഭാവി തലമുറ പകർന്നു തരാൻ പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിനാണ്. അതേപോലെ വിപ്ലവം എന്ന് പറയുന്നത്, ഇസ്ലാമിന്റെ അതിജീവനം എന്ന് പറയുന്നത് അത് തൊക്കിലൂടെയാണ് എന്ന രക്തലിപ്പത്തിന്റെയും മറ്റ് പലതരത്തിലുള്ള നൊസ്റ്റാൾജികൾ ചേർന്ന പലതരം ഗ്രൂപ്പുകൾ നമ്മളുടെ നാട്ടിലുണ്ട്. അവരും ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുമാരുടെ അനന്തരാവകാശവും അതിന്റെ കഴിവും ഉന്നയിക്കുന്നവരാണ്. അവർക്ക് ഈ വിപ്ലവത്തിന്റെ ഗുണഭോക്താക്കളാകാൻ കഴിയാതെ പോയത് ലോക ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ അതിന്റെ ശക്തികളെ തന്നെ അവലംബിക്കുമ്പോഴും അതിന്റെ പ്രവണതകളെ തിരിച്ചറിയുവാനുള്ള ബുദ്ധിയില്ലാതെ പോയത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കകത്ത് വെളിച്ചെഴുത്തിയുമായി ബന്ധപ്പെട്ട് നടന്ന വമ്പിച്ച സംവാദങ്ങളും അങ്ങനെ ഇസ്ലാമിന്റെ പാത അത് എത്ര അടിച്ചമർത്തുന്ന ഭരണകൂടങ്ങളോടായാലും അത് അക്രമത്തിന്റേതല്ല, അത് അഹിംസയുടേതാണെന്ന് ഖുർആനും സുന്നത്തിന്റെയും വെളിച്ചത്തിൽ അവരെത്തിയ വിധിതീർപ്പുകളെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവുമില്ലാതെ പോയതുകൊണ്ടാണ് ഈ സുഹൃത്തുക്കൾക്ക് ഈ അറബ് വസന്തത്തിന്റെ ക്രൈമ അവകാശപ്പെടാൻ കഴിയാതെ പോകുന്നത് എന്നതാണ് സത്യം. അതേപോലെ ഇവിടെ മതത്തിൽ അങ്ങേയറ്റം ശാസ്ത്രമല്ല ചില ആളുകളുണ്ട്. താടിയെക്കുറിച്ച് ഹദീസിൽ അവരൊരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല. അങ്ങനെ എല്ലാ പ്രവാചക പാഠങ്ങളും ടെക്സ്റ്റുകളും അതിന്റെ അക്ഷരത്തിൽ തന്നെ വായിക്കണമെന്ന് നിർബന്ധമുള്ള മതശാസ്ത്രക്കാരായ ആളുകൾ അവരെവിടെയായിരുന്നു ഈ പ്രശ്നത്തിൽ? അവര് പിന്നലിയുടെ ഒപ്പമായിരുന്നു, അവര് മുസ്ലിം വിഭാഗത്തിന്റെ ഒപ്പമായിരുന്നു. അവര് പറഞ്ഞത് ഇത് സാമ്രാജ്യത്വത്തിനെതിരാണ് വിപ്ലവം. നല്ല കൂട്ടരെ, നിങ്ങൾ എന്ത് തൊട്ടാണ് സാമ്രാജ്യത്വ വിരുദ്ധന്മാരായത്? അത് നിങ്ങൾക്ക് തിരിയാത്ത ഒരു കാര്യമാണ്. സാമ്രാജ്യത്വം കൊടികുത്തി വാഴുന്ന അറബ് നാടുകളിലെല്ലാം അതിന്റെ പിഴയാളുകളായി നടക്കുന്ന, അതിന് പാപസേവ ചെയ്യുന്ന നിങ്ങൾക്കെന്നാണ് സാമ്രാജ്യത്വ വിരുദ്ധ സ്വഭാവം തുടങ്ങിയത്? ഇവര് മതത്തിന്റെ ആളുകളാണ്. 1979 താബിഈങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട തുനീഷ്യയിലെ സൈത്തൂന യൂണിവേഴ്സിറ്റി ഇബ്നു ഖൽദൂനെ പോലെയുള്ള സലഫ്സാലിഹീങ്ങളായ പണ്ഡിതന്മാർ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത പാരമ്പര്യമുള്ള ആ ദീനീ മദാരിസ് അടച്ചുപൂട്ടിയതാണ് ഭിന്നതയുടെ ഏറ്റവും വലിയ ഭരണനേട്ടമായ അയാൾ അവകാശപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ അക്ഷരവാദികളായ മതപൗരോഹിത്യത്തിന്റെ വിധി ഈ വ്യക്തതയുള്ള ഇസ്ലാം വിരുദ്ധരായ നമ്രൂദിനെയും ഫിർഔനെയും ഓർമ്മിപ്പിക്കുന്ന, ഒരേ സമയം ദീനിനെയും ജനത്തെയും അടിച്ചമർത്തുന്ന സ്വേച്ഛാധിപതികളുടെ ഒപ്പം നിന്നിട്ട് നമ്മളുടെ സെക്കുലറിസ്റ്റുകളുടെയും ഒപ്പം നിന്ന് പുലി വരുന്നേ പുലിയെന്ന് പറയുന്നത് പോലെ ഇസ്ലാമിസ്റ്റുകൾ വരുന്നേ ഇസ്ലാമിസ്റ്റുകൾ എന്ന് വിളിച്ചു പറയാനായിരുന്നു ഈ മതപുരോഹിതന്മാരുടെയും ചരിത്ര നിയോഗം എന്ന് പറയുന്നത്. നമ്മുടെ മതേതരവാദികൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം 2 കള്ളിയുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് മതമാണ്, ഇത് മതേതരത്വമാണ്. മതം മോശമാണ്, മതേതരത്വം വളരെ പുരോഗമനപരമാണ്. ഇനി അറബ് ആഫ്രിക്കൻ നാടുകൾ കൊണ്ടുപോയിട്ട് ഈ തിയറി നമ്മൾ അങ്ങ് നടപ്പിലാക്കിയാൽ എന്താ അവിടുത്തെ മതേതരത്വത്തിന്റെ ഒരു കഥ? ജനങ്ങളെ നിശ്ചയം അടിച്ചമർത്തുന്ന, അവരുടെ എല്ലാ അവകാശങ്ങളും നിഷേധിക്കുന്ന, എതിരഭിപ്രായമുള്ള രാഷ്ട്രീയ എതിരാളികളെ നിശ്ചയം കൊന്നെടുക്കുന്ന ഒരു മതേതരത്വം, സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി വാദിക്കുന്ന ഒരു മതം,
ഇത്ര തീരെയാണ് മതേതരത്വമെങ്കിൽ എന്തിനാ കൂട്ടരെയും മതേതരത്വവും കൊണ്ട് നടക്കുന്നത്? ആ മതേതരത്വത്തെ കൈയൊഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി വാദിക്കുന്ന മതത്തിന്റെ പക്ഷത്ത് ചേരുന്നല്ലേ പുരോഗമനപരത എന്ന് പറയുന്നത്? എന്തൊരു തീരത്തരത്തെയാണ് നിങ്ങൾ മതേതരത്വം എന്ന് പറയുന്നത്? അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ എത്ര തീരയാണ് മതേതരത്വം എന്ന് പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കള്ളികളും വളയങ്ങളും ഉപേക്ഷിച്ചിട്ട് ലോകയാഥാർത്ഥ്യങ്ങളെ കമ്മ്യൂണിസ്റ്റുകളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മുക്തമായും വസ്തുനിഷ്ഠമായും വിലയിരുത്തിയിട്ട് പുതിയ ഈ തീര നൂതന ലോകത്തെ അതിന്റെ എല്ലാ ധീരതയോടെയും ആശ്ചര്യത്തോടെയും പുതുമയോടെയും അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ഒരു അഭിമുഖീകരണത്തിലേക്ക് വളരെ സ്നേഹത്തോടെ വളരെ സൗഹൃദത്തോടെ അങ്ങേയറ്റം ജനാധിപത്യപരമായി ജമാഅത്തെ ഇസ്ലാമി നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഉണ്ടാക്കി വെച്ച കള്ളികളെ ഇതിനെ മനസ്സിലാക്കുവാൻ നിങ്ങളുടെ അളവുകോലുകൾ പര്യാപ്തമല്ല എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇത് തീർച്ചയായും ഒരു പുതിയ രാഷ്ട്രീയ മുന്നേറ്റം ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരന്യായമായ അവകാശവാദവും ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ പറഞ്ഞിടത്തേക്ക് ലോകമിങ്ങനെ നടന്നു വന്നതാണ് എന്ന കേവലമായ അവകാശവാദം ഇസ്ലാമിസ്റ്റുകൾക്കില്ല. അവരുടെ ചോരയുടെയും നീരിന്റെയും ത്യാഗത്തിന്റെയും വലിയ മൂലധനം ഈ വിപ്ലവത്തിലുണ്ട്. പക്ഷേ ഈ സമരത്തിനും ഈ സഹവർത്തിത്വത്തിനും ഈ എൻഗേജ്മെന്റിനും ഇടയിൽ ഇസ്ലാം കഴിഞ്ഞ 20 വർഷമായി ഇസ്ലാമിസ്റ്റുകളും പലതും പഠിച്ചിട്ടുണ്ട്. അവരും ഒരുപാട് പുനരാലോചനകൾ നടത്തിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകൾ പുനരാലോചന നടത്തണമെന്ന് ഞങ്ങൾ പറയുന്നത് അത് പറയുവാനുള്ള ധാർമ്മികമായ അക്ഷരങ്ങളുള്ളത് കൊണ്ടാണ്. നിരവധി പുനരാലോചനകളിലൂടെയാണ്, സ്വയം വിലയിരുത്തലുകളിലൂടെയാണ്, ആത്മപരിശോധനകളിലൂടെയാണ്, ആത്മവിമർശനങ്ങളിലൂടെയാണ്, പുതിയ പോളിസികളിലൂടെയാണ്, പുതിയ നയസമീപനങ്ങളിലൂടെയാണ്, പുതിയ സൗഹൃദങ്ങളിലൂടെയാണ്, പുതിയ ഐക്യങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ വിപ്ലവത്തിന്റെ ഭൂമുഖത്തെത്തിച്ചേർന്നത് എന്ന ഞങ്ങളെ കുറിച്ച നല്ല പക്ഷം ഞങ്ങൾക്കുണ്ട്. ഒരുപാട് പുനരാലോചനകൾ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒട്ടും ഫ്ലെക്സിബിളല്ലാത്ത കല്ലുപോലെ ഉറച്ചുപോയ ഏതോ ആദർശത്തിന്റെ ആളുകളല്ല. അല്ലാഹുവും പ്രവാചകനും ഞങ്ങളെ എത്തിച്ചത് അങ്ങേയറ്റം വികാസക്ഷമമായ ഏത് ധീരമായ നൂതനമായ ലോകത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ആന്തരിക ശേഷിയുള്ള ഒരു പ്രദേശാർത്ഥത്തെയാണ് ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത്. അതിന്റെ പ്രയോഗവൽക്കരണങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ പുതിയ വിപ്ലവത്തിന്റെ നെടുനായകന്മാരായിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അത് മറച്ചു വെച്ചിട്ട് പണ്ടോ നിങ്ങളുടെ മുന്നിടത്തേക്ക് ലോകവിധ നിങ്ങളുടെ കാഴ്ചയിൽ വന്നു നിന്നിരിക്കുന്നു എന്ന വ്യാജമായ ഒരു അവകാശവാദവും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഇത് പുനരാലോചനയുടെ നൂറ്റാണ്ടാണ്, ഇത് ബഹുസ്വരതയുടെ നൂറ്റാണ്ടാണ്, ഇത് ഐക്യമുന്നണിയുടെ നൂറ്റാണ്ടാണ്. അറബ് വസന്തത്തെ കുറിച്ച ചർച്ച അറബ് നാടിനെ കുറിച്ച ചർച്ചയല്ല, മറിച്ച് കേരളത്തെ കുറിച്ച ചർച്ചയാണ്, ഇന്ത്യയെ കുറിച്ച ചർച്ചയാണ്. സാമ്രാജ്യത്തെ കഴുകന്മാർ കണ്ണുവെക്കുന്ന അല്ലെങ്കിൽ അവർ ചിറക് വിരിച്ച് പറക്കുന്ന ഫാഷിസം അതിന്റെ എല്ലാ ഭീകരതയോടുകൂടിയും നമ്മുടെ അന്തരീക്ഷത്തിൽ കാർമ്മികമായി കെട്ടിനിൽക്കുന്ന എല്ലാ സാമൂഹ്യ തിന്മകളും അധികാരികളും മാഫിയകളും കൊടികുത്തി വാങ്ങുന്ന നമ്മുടെ നാട്ടിൽ ഈ വിമോചന പോരാട്ടത്തിൽ ഇസ്ലാമിക പ്രസ്ഥാനവും അതേപോലെ തന്നെ ഇടതുപക്ഷവും റാഡിക്കലുകളും നവസാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഫെമിനിസ്റ്റുകളും പരിസ്ഥിതിവാദികളും ജനാധിപത്യവാദികളും എല്ലാം ഒരുമിക്കുന്ന ഒരു മതവിൽ സമൂഹമുണ്ടായിത്തീരേണ്ടതുണ്ട്. വിപ്ലവം ഏകവചനമല്ല എന്നത് മലയാളത്തിലെ ഒരു ചാനലിന്റെ മുദ്രാവാക്യം ലോഗോ മാത്രമല്ല, അതൊരു വലിയ സത്യമാണ്. ആ സത്യത്തെ ഇസ്ലാമിക പ്രസ്ഥാനം തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് പ്രഖ്യാപിക്കാൻ കൂടിയാണ് അത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഖുർആനിലും സുന്നത്തിലും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ സ്വന്തമായ അടിസ്ഥാന സാഹിത്യങ്ങളിൽ അതിന്റെ പാർട്ടി പോളിസി പ്രോഗ്രാമുകളിൽ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുന്നതാണ്. അതൊരു നിർണായകമായ സാമൂഹ്യ സന്ദർഭത്തിൽ കേരളത്തിന്റെ സമൂഹ മനസാക്ഷിയെ നോക്കിയിട്ട് പ്രഖ്യാപിക്കുവാനാണ് ജമാഅത്തെ ഇസ്ലാമി തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. വിപ്ലവം ഏകവചനമല്ല. ഇതിൽ നമുക്ക് കൈകോർക്കുവാൻ കഴിയുന്ന എല്ലാവരുമായും കൈകോർക്കുവാനുള്ള ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തീരുമാനത്തെ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് അതല്ല
ഇസ്ലാമാണ്, മതമാണ്, അതുകൊണ്ട് അയിത്തമാണ് എന്നതാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ ചരിത്രത്തിൽ നിങ്ങൾക്കൊരു ചുക്കും നിർവഹിക്കാവുന്നതാകുന്നു. നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഞങ്ങളിതാ തിരിച്ചറിയുന്നു. ഞങ്ങൾ ഞങ്ങളുടെ വഴി കണ്ടെത്തിക്കഴിഞ്ഞു. അത് ലോകത്ത് വെട്ടിത്തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ആ വഴിയിലൂടെ ധീരമായി ചങ്ങലത്തോടുകൂടി ചങ്ങേറ്റത്തോടുകൂടി ആണുങ്ങളും പെണ്ണുങ്ങളും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും തൊഴിലാളികളും അക്കാദമിഷ്യന്മാരും ഒരുമിച്ച് മുന്നേറുക തന്നെ കഴിയും എന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ധൈര്യമുള്ള ഉറച്ച സന്ദേശം അവസാനമായി പ്രഖ്യാപിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.